കഴിഞ്ഞ ക്ലാസ്സിൽ മേജർ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഇൻ മിഡീവൽ ഇന്ത്യ ഈ ടോപ്പിക് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി വർക്ക്ഷോപ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മിഡീവൽ ഇന്ത്യ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മധ്യകാലഘട്ട ഇന്ത്യയിലുണ്ടായിരുന്ന പ്രധാന തൊഴിൽ കേന്ദ്രങ്ങളെക്കുറിച്ചാണ്. Here we get a description from Barnier. Barnier is a French traveler who visited medieval India. മധ്യകാലഘട്ട ഇന്ത്യ സന്ദർശിച്ച ഒരു ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ബാർണിയർ. ആരായിരുന്നു ബാർണിയർ? മധ്യകാലഘട്ട ഇന്ത്യ സന്ദർശിച്ച ഒരു ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ബാർണിയർ. ബാർണിയർ ഈസ് എ ഫ്രഞ്ച് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദി മിഡീവൽ പീരീഡ്. ബാർണിയർ സ്റ്റേറ്റ്സ് അബൌട്ട് ദി വർക്ക്ഷോപ്സ് ഇൻ മിഡീവൽ ഇന്ത്യ. ബാർണിയർ നമുക്ക് മധ്യകാലഘട്ട ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് വിവരണം നൽകുന്നത്. Barnier states that big rooms where carkhans or function can be seen in many different places. ബാർണിയർ പറയുന്നത് കാർഖാനകൾ പ്രവർത്തിച്ചിരുന്ന വലിയ മുറികൾ രാജ്യത്തിൻ്റെ പല പ്രദേശങ്ങളിലും കാണാമായിരുന്നു. കാർഖാനകൾ പ്രവർത്തിച്ചിരുന്ന വലിയ മുറികൾ പല പ്രദേശങ്ങളിലും കാണപ്പെട്ടിരുന്നു. Big rooms where carkhans or function can be seen in many different places. Embroidery workers along with a supervisor can be seen in one room. ചിത്രത്തുന്നൽ നടത്തുന്നവരെയും അതിന് മേൽനോട്ടം വഹിക്കുന്നവരെയും നമുക്ക് ഒരു മുറിയിൽ കാണാം. ചിത്രത്തുന്നൽ നടത്തുന്നവരെയും അതിന് മേൽനോട്ടം വഹിക്കുന്നവരെയും എല്ലാം നമുക്ക് ഒരു മുറിയിൽ കാണാൻ സാധിക്കും. Cobblers and dyers can be seen in different rooms. ചെരുപ്പുണ്ടാക്കുന്നവരെയും ചായം പൂശുന്നവരുമെല്ലാം വിവിധ മുറികളിൽ കാണപ്പെട്ടിരുന്നു. Goldsmiths can be also seen in another room. സ്വർണ്ണപ്പണിക്കാരെയും മറ്റു മുറിയിൽ കാണാമായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബാർണിയർ നൽകുന്ന ഡിസ്ക്രിപ്ഷൻ. ബാർണിയർ എന്താണ് പറയുന്നത്? ബിഗ് റൂംസ് ഓർ കാർഖാനാസ് ഓഫ് ഫങ്ഷൻ ക്യാൻ ബി സീൻ ഇൻ മെനി ഡിഫറെൻറ്റ് പ്ലേസസ്. കാർഖാനകൾ പ്രവർത്തിച്ചിരുന്ന വലിയ മുറികൾ പല പ്രദേശങ്ങളിലും കാണപ്പെട്ടിരുന്നു. എംബ്രോയിഡറി വർക്കേഴ്സ് അലോങ് വിത്ത് എ സൂപ്പർവൈസർ ക്യാൻ ബി സീൻ ഇൻ വൺ റൂം. ചിത്രത്തുന്നൽ നടത്തുന്നവരെയും അതിന് മേൽനോട്ടം വഹിക്കുന്നവരെയും നമുക്ക് ഒരു മുറിയിൽ കാണാം. Goldsmiths can be seen in another room. സ്വർണ്ണപ്പണികൾ ചെയ്യുന്നവരെ മറ്റു മുറിയിൽ കാണാം. അതുപോലെ തന്നെ കോബ്ലേഴ്സ് ആൻഡ് ഡയേഴ്സ് ക്യാൻ ബി സീൻ ഇൻ ഡിഫറെൻറ്റ് റൂംസ്. ചെരുപ്പുണ്ടാക്കുന്നവരെയും ചായം പൂശുന്നവരെയും വെവ്വേറെ മുറികളിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഇനി നമുക്ക് എന്താണ് ഈ കാർഖാനാസ് എന്ന് നോക്കാം. What is കാർഖാനാസ്? Karkhanas were the centers that produced and supplied goods to the palaces of Mughal kings and nobles. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്ക് വേണ്ട ആവശ്യമായ വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളെ വിളിക്കുന്ന പേരാണ് കാർഖാനകൾ. എന്താണ് കാർഖാനകൾ? മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? കാർഖാനകൾ. Karkhanas were the centers that produced and supplied goods to the palaces of Mughal kings and nobles. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്ക് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു എന്ത്? കാർഖാനകൾ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദി സോഷ്യൽ ലൈഫ് ഇൻ മിഡീവൽ ഇന്ത്യ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ മധ്യകാലഘട്ട ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജനജീവിതത്തെക്കുറിച്ചാണ്. ഹിയർ വി ഗെറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഫ്രം ടവാർണിയർ. ഇവിടെ നമുക്ക് ടവാർണിയർ എന്ന് പറയുന്ന സഞ്ചാരിയുടെ ഒരു വിവരണമാണ് ലഭിക്കുന്നത്. ടവാർണിയർ ഈസ് എ ഫ്രഞ്ച് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദി മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവാർണിയർ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ആര്? ടവാർണിയർ. നമ്മുടെ വർക്ക്ഷോപ്സിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ നൽകിയത് ബാർണിയറും നമ്മുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ നൽകിയത് ടവാർണിയറുമാണ്. മിഡീവൽ ഇന്ത്യയിൽ മാറിപ്പോകരുത്. വർക്ക്ഷോപ്സിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ നൽകിയത് ബാർണിയറും സോഷ്യൽ ലൈഫിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ നൽകിയത് ടവാർണിയറുമാണ്. ടവാർണിയർ സ്റ്റേറ്റ്സ് ദാറ്റ് the lifestyle, dressing and food style of Indians were extensively varied across the country. മധ്യകാലഘട്ട ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ വസ്ത്രരീതിയും വേഷവിധാനങ്ങളും ജീവിത രീതിയും എല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. The dressing sense and the lifestyle and food style of the Indians were
എക്സ്റ്റെൻസീവ്ലി വേരിഡ് അക്രോസ് ദ കൺട്രി. എന്താണ് മധ്യകാലഘട്ട ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ജീവിത രീതിയിലും അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലും വേഷവിധാനത്തിലുമെല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. Extravagantly colorfully dressed people and those who were sparsely clad were also found here. ആവശ്യത്തിലേറെ വർണ്ണാഭമായ വസ്ത്രം ധരിച്ചവരെയും നാമമാത്രമായ വസ്ത്രം ധരിച്ചിരുന്നവരെയും ഒരുപോലെ മധ്യകാലഘട്ട ഇന്ത്യയിൽ കാണാൻ സാധിച്ചു. Extravagantly colorfully dressed people and those who were sparsely clad were also found here. ആവശ്യത്തിലേറെ വർണ്ണാഭമായ വസ്ത്രം ധരിച്ചിരുന്നവരെയും അതുപോലെ തന്നെ സ്പേഴ്സ്ലി ക്ലാഡ് നാമമാത്രമായ വസ്ത്രം ധരിച്ചിരുന്നവരെയും ഒരുപോലെ മധ്യകാലഘട്ട ഇന്ത്യയിൽ കാണപ്പെട്ടിരുന്നു. ഇത്രയുമാണ് നമ്മുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് നമ്മുടെ ടവേർണിയ നൽകുന്ന ഡിസ്ക്രിപ്ഷൻ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. There existed some socio-economic inequalities in medieval India. നമ്മുടെ മധ്യകാലഘട്ട ഇന്ത്യയിൽ കുറച്ച് സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളൊക്കെ നിലനിന്നിരുന്നു. എന്താണ് നമ്മുടെ മധ്യകാലഘട്ട ഇന്ത്യയിൽ കുറച്ച് സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളൊക്കെ നിലനിന്നിരുന്നു. There were some socio-economic inequalities that existed in medieval India. Let us examine what these inequalities were. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ അസമത്വങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇതിലൊരു 5 പോയിന്റ് ഉണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് ഇരിക്കുക. ഒരു 5 പോയിന്റ് നമുക്കിതിൽ പഠിക്കണം. First, social status were depend upon the occupation, caste and wealth of the individual. എന്താണ് ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണയിക്കപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ജാതിയുടെയും സമ്പത്തിൻ്റെയും ഉദ്യോഗത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു. ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണയിക്കപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ജാതിയുടെയും സമ്പത്തിൻ്റെയും അതുപോലെ തന്നെ ഉദ്യോഗത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു. സോഷ്യൽ സ്റ്റാറ്റസ് were determined on the basis of caste, occupation and wealth. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സോഷ്യൽ status were determined on the basis of caste, wealth and occupation. നമ്മുടെ സെക്കൻഡ് പോയിന്റ്, കിങ്സ്, priests, nobles and officers enjoyed higher social status. രാജാക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ പ്രഭുക്കന്മാരും സമൂഹത്തിൽ ഉന്നത പദവികൾ അനുഭവിച്ചു പോന്നിരുന്നു. രാജാക്കന്മാർ, ഉദ്യോഗസ്ഥന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ ഇവരെല്ലാം തന്നെ സമൂഹത്തിൽ ഉന്നത പദവികൾ അനുഭവിച്ചിരുന്നവരായിരുന്നു. കിങ്സ്, നോബിൾസ്, പ്രീസ്റ്റ് ആൻഡ് ഓഫീസേഴ്സ് എൻജോയ്ഡ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി നമുക്ക് നമ്മുടെ തേർഡ് പോയിന്റ് നോക്കാം. Those who were engaged in agriculture and handicrafts belonged to the lower social strata. കൃഷിയിലും കരകൗശലത്തിലും ഏർപ്പെട്ടിരുന്നവർ എല്ലാം തന്നെ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരായിരുന്നു. കൃഷിയിലും കരകൗശലങ്ങളിലും ഏർപ്പെട്ടിരുന്നവരെല്ലാം തന്നെ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരായിരുന്നു. Those who were engaged in agriculture and handicrafts belonged to the lower social strata. നമ്മുടെ 3 പോയിന്റ് നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മുടെ 4ാമത്തെ പോയിന്റ്, ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റിച്വൽസ് ആൻഡ് കസ്റ്റംസ്. ഓരോ ജാതിക്കാർക്കും അവരവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റിച്വൽസ് ആൻഡ് കസ്റ്റംസ്. ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റിച്വൽസ് ആൻഡ് കസ്റ്റംസ്. നമ്മുടെ 5ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. Evil practices like sati and child marriage existed in medieval India. നമ്മുടെ മധ്യകാലഘട്ട ഇന്ത്യയിൽ ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും സതി, ശൈശവ വിവാഹം പോലുള്ള അനാചാരങ്ങൾ നമ്മുടെ മധ്യകാലഘട്ട ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ശൈശവ വിവാഹം എന്താണ്? ബാലവിവാഹം. സതി എന്താണ്? Sati is an evil practice that prevailed in medieval India in which the widow has to jump onto the funeral pyre of their husbands. അതായത് ഒരു വിധവ തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കണമെന്ന ഒരു അനാചാരമായിരുന്നു സതി എന്നറിയപ്പെട്ടിരുന്നത്.
Sati is an evil practice in which the widow has to jump into the funeral pyre of the husbands. ഇത്രയും അസമത്വങ്ങളാണ് നമ്മുടെ മിഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക്ഷോപ്സിനെ കുറിച്ചും അല്ലെങ്കിൽ തൊഴിൽ കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരണം നൽകിയിട്ടുള്ളത് ബർണിയർ ആയിരുന്നു. ബർണിയർ ഒരു ഫ്രഞ്ച് ട്രാവലർ ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കാർഖാനാസ് എന്താണെന്ന് നോക്കി. പിന്നെ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോയി. നമ്മുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുള്ളത് ടവേർണിയർ ആണ്. മാറിപ്പോവരുത്. നമ്മുടെ വർക്ക്ഷോപ്സിനെ കുറിച്ച് ബർണിയറും സോഷ്യൽ ലൈഫിനെ കുറിച്ച് ടവേർണിയറുമാണ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സോഷ്യോ എക്കണോമിക് ഇൻഇക്വാലിറ്റീസ്, സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾ, മധ്യകാലഘട്ട ഇന്ത്യയിലുണ്ടായിരുന്ന സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. ഒരു 5 അസമത്വങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു 5 ഇൻഇക്വാലിറ്റീസ് പ്രിവൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മിഡീവൽ ഇന്ത്യയിൽ. ഇത്രയുമാണ് നമ്മളിന്ന് പഠിച്ചത്.